കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പലിലുള്ളതിൽ അപകടകരമായത് 73 കണ്ടെയ്നറുകൾ. മുങ്ങിയ ചരക്ക് കപ്പലുമായി ബന്ധപ്പെട്ട് ലഭ്യമായ എല്ലാ വിവരങ്ങളും ജനങ്ങളെ അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. കപ്പലിൽ ഉണ്ടായിരുന്ന കാർഗോ, കടലിൽ വീണ വസ്തുക്കൾ, സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്കും ജീവികൾക്കും ഏൽപ്പിക്കുന്ന ആഘാതം തുടങ്ങിയവ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇതിന് പിന്നാലെയാണ് സർക്കാർ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത്. കണ്ടെയ്നറുകളുടെ സമ്പൂർണ്ണ പട്ടിക പിന്നാലെ പുറത്തുവന്നു. 60 കണ്ടെയ്നറുകളിൽ അടങ്ങിയിരിക്കുന്നത് അപകടകരമായ പോളിമർ അസംസ്കൃത വസ്തുക്കളാണ്. 13 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡും അടങ്ങിയിട്ടുണ്ട്. ഇതും അപകടകരമാണ്. അതേസമയം 4 കണ്ടെയ്നറുകളിൽ കശുവണ്ടി, 46 എണ്ണത്തിൽ തേങ്ങയും നട്ട്സും, 87 എണ്ണത്തിൽ തടി എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത്. 71 എണ്ണത്തിൽ കണ്ടെയ്നറുകളിൽ സാധനങ്ങളില്ല. ജനജീവിതത്തെ ബാധിക്കുന്നതാണ് കപ്പൽ അപകടമെന്നും വിവരങ്ങൾ അറിയാൻ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കിയാണ് ഹൈക്കോടതിയുടെ നടപടി. MSC എൽസ 3 എന്ന കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ലഭ്യമായ എല്ലാ വിവരങ്ങളും ജനങ്ങളെ അറിയിക്കണമെന്നാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. 643 കണ്ടെയ്നറുകളാണ് കപ്പലിലുണ്ടായിരുന്നതെന്ന് സർക്കാർ പറയുമ്പോൾ 640 കണ്ടെയ്നറുകളിലെ വിവരങ്ങളാണ് കപ്പൽ അധികൃതർ കൈമാറിയിട്ടുള്ളത്. 13 കണ്ടെയ്നറുകളിലുള്ളത് കാൽസ്യം കാർബൈഡ് എന്ന രാസവസ്തുവാണ്. ഇത് വെള്ളവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന അസെറ്റിലിൻ വാതകം മനുഷ്യ ശരീരത്തിന് ഹാനികരമാണ്. കൊച്ചി തീരത്തുനിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് മെയ് 24-നാണ് കപ്പൽ ആദ്യം ചെരിഞ്ഞതും പിന്നീട് പൂർണ്ണമായി മുങ്ങിയത്. കാൽസ്യം കാർബൈഡുള്ള 13 കണ്ടെയ്നറുകളിൽ 7 എണ്ണമാണ് കടലിൽ വീണത്. ബാക്കിയുള്ളവ കപ്പലിൽ തന്നെയാണുള്ളത്. കാഷ് എന്ന് രേഖപ്പെടുത്തിയ 4 കണ്ടെയ്നറുകളുണ്ട്. 71 കണ്ടെയ്നറുകൾ കാലിയാണ്. 46 എണ്ണത്തിൽ തേങ്ങയും കശുവണ്ടിയുമുണ്ട്. 87 കണ്ടെയ്നറുകളിൽ തടിയും 60 കണ്ടെയ്നറുകളിൽ പോളിമർ അസംസ്കൃത വസ്തുക്കളും ഉണ്ട്. 39 കണ്ടെയ്നറുകളിൽ വസ്ത്രനിർമ്മാണത്തിനുള്ള പഞ്ഞിയാണുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കപ്പൽ അപകടം, കപ്പലിലുണ്ടായിരുന്ന കാർഗോ, കപ്പലിൽ നിന്ന് കടലിൽ വീണ വസ്തുക്കൾ, സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്കും ജീവികൾക്കും ഏൽപ്പിക്കുന്ന ആഘാതം തുടങ്ങിയവയെ സംബന്ധിച്ച് ലഭ്യമായ വിവരങ്ങൾ അറിയിക്കണം. സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. കപ്പൽ മുങ്ങിയതിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു. അപകടത്തെ തുടർന്നുള്ള പരിസ്ഥിതി ആഘാതം പരിശോധിച്ചോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം ഹർജി കോടതി വീണ്ടും പരിഗണിക്കും. കപ്പൽ അപകടത്തെ തുടർന്നുള്ള മാലിന്യം നീക്കാൻ നടപടി സ്വീകരിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾക്കായി നഷ്ടപരിഹാരം, പുനരധിവാസ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം.